ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വത്സാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ചേമ്പിൻ്റെ താളും പരിപ്പും കൂടിയിട്ട് എങ്ങനെയാണ് ഒരു നല്ല കറി ഉടച്ചു കറി വെക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് മസൂർ ദാളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചേമ്പിൻ്റെ താളൊക്കെ ഇപ്പം എല്ലാവരും ചേമ്പൊക്കെ കളയ്ക്കുന്ന സമയമാണല്ലോ. ചേമ്പിൻ്റെ താൾ നമ്മൊന്ന് കഴുകി എടുത്തിട്ട് അതിൻ്റെ തണ്ടും കുറച്ച് കിളുന്ന ഇലയുണ്ടല്ലോ, അത് ആ മണ്ട ഇലയും കൂടെ ഒക്കെ എടുത്ത് നമുക്കതിൻ്റെ പുറത്തെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് കഴുകിയിട്ട് അത് ചെറുതായിട്ട് ഞുറുക്കി എടുക്കാം. ഞുറുക്കി വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ താള് നമുക്ക് പരിപ്പിനകത്ത് ഇട്ട് കൊടുക്കാം. പരിപ്പ് ഇപ്പോൾ വെന്ത് കാണും. ഞാൻ അല്പം മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും 2-3 പച്ചമുളകും കീറിയിട്ടിട്ടുണ്ടായിരുന്നാണ്. നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്. വെന്ത പരിപ്പിനകത്ത് നമുക്ക് ഈ താളൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെക്കാം നമുക്ക്. അത് കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ചേരുവയെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ അരപ്പിനായിട്ട് വെളുത്തുള്ളി, കാന്താരിയും ജീരകവും മഞ്ഞളും അല്പം തേങ്ങായും കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു തക്കാളി ഇട്ട് കൊടുക്കാം. ആ തക്കാളിക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് എടുത്തുകൊണ്ട് വരാം. അരപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് മിക്സി കഴുകിയ വെള്ളം നമുക്ക് വെച്ചേക്കാം. അത് കുറച്ച് കഴിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അതൊന്ന് അടച്ച് വെക്കാം നമുക്ക്. അപ്പം കണ്ടോ, അതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറുമ്പോഴേക്കും നമുക്ക് മിക്സി കഴുകിയ വെള്ളവും അല്പം പുളി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പുളി നമുക്ക് പിഴിഞ്ഞ് നമുക്ക് അല്പം പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. കാരണം ചേമ്പിൻ്റെ ഇലയ്ക്ക് പുളി ഒഴിച്ചു കഴിഞ്ഞാൽ ചൊറിയാതെ ഇരിക്കും. അപ്പോൾ നമ്മുടെ പരിപ്പും ചേമ്പും താളും റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് താളിക്കുന്നതിനുള്ള സാധനമൊക്കെ ഒന്ന് എടുക്കാം. താളിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഒഴിച്ചാൽ നമ്മുടെ ചേമ്പും തണ്ടും പരിപ്പും റെഡി ആയിട്ട് താളിച്ച് കഴിഞ്ഞു. നമുക്കിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ചേമ്പും തണ്ടും താളും റെഡിയായി. അപ്പോൾ അതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിക്കണം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം.